നമസ്കാരം. ലോകത്തിന്റെ സമാധാനം തകർത്ത് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും തുടങ്ങിയ സംയുക്ത ആക്രമണം 46-ാം ദിവസമാണ്. താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാൻ 9 ദിവസം ബാക്കി നിൽക്കെ യുദ്ധമുഖം ഹോർമുസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഹോർമുസിൽ ട്രംപിന്റെ ഉപരോധം മറികടന്ന് ചൈനീസ് കപ്പൽ ഉൾപ്പെടെ കടന്നുപോയി. ട്രംപിന് ഭയമില്ലാത്ത രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ ഉപരോധം ബാധകമെന്ന് ഇറാൻ പരിഹസിച്ചതോടെ ട്രംപിന്റെ ആ നീക്കവും പാളുന്നതാണ് കാണുന്നത്. US നേതൃത്വത്തിലുള്ള യുദ്ധത്തെ അപലപിച്ച ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ട്രംപ് ഉന്നയിച്ചത്. മാർപ്പാപ്പ വിദേശ നയങ്ങളിൽ വളരെ മോശമാണെന്നും കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ദുർബലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. ട്രംപ് സ്വയം യേശുവിനെ പോലെ ചിത്രീകരിച്ച് AI ചിത്രം പോസ്റ്റ് ചെയ്ത നടപടിയും വൻ വിമർശനം നേരിട്ടു. തന്നെ ഒരു ഡോക്ടറായാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതെന്ന് അവകാശപ്പെട്ടെങ്കിലും ഒടുവിൽ ആ ചിത്രം പിൻവലിച്ചിരിക്കുകയാണ് ട്രംപ്. പാപ്പയോട് മാപ്പ് പറയില്ലെന്ന് ആവർത്തിക്കുന്നു. ട്രംപ് തുടങ്ങിവെച്ച യുദ്ധത്തിൽ ലോകം പ്രതിസന്ധിയിലാകുമ്പോഴാണ് തുടരെ വിവാദങ്ങളും സ്വയം ദൈവമാകാനുമുള്ള പരിഹാസ്യ നീക്കങ്ങൾ ട്രംപ് നടത്തുന്നത്. ട്രംപ് ലോകത്തിന് തന്നെ ഭീഷണിയോ എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്കൊപ്പം ബിഷപ്പ് അലക്സ് വടക്കംതല, കണ്ണൂർ ബിഷപ്പ്, ശ്രീ ജോസഫ് ആന്റണി, വിദേശകാര്യ വിദഗ്ധൻ, സെജിമോൻ ആന്റണി, അമേരിക്കയിലെ മാധ്യമപ്രവർത്തകൻ, ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, ഈ യുദ്ധം 46 ദിവസം പിന്നിടുകയാണ്. ഒരു സമാധാനത്തിന്റെ നീക്കം നടന്നിരുന്നു, ആ ചർച്ച പരാജയപ്പെട്ടു. ഇപ്പോൾ ഹോർമുസിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ യുദ്ധം എന്ന് നമുക്ക് കാണാം. ഇന്ന് ചൈനീസ് കപ്പൽ ഉൾപ്പെടെ അവിടെ നിന്ന് കടന്നുപോയി. ട്രംപ് ഭീഷണിപ്പെടുത്തിയതുപോലെ ഒന്നും സംഭവിച്ചില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഇറാൻ ഉൾപ്പെടെ പരിഹസിച്ച് രംഗത്ത് വരുന്നതും കണ്ടു. അപ്പോൾ ഇനി അവിടെ എന്ത് സംഭവിക്കുമെന്ന വലിയ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. ഇത്രയും ദിവസം നീണ്ടുപോയ യുദ്ധത്തിൽ ലോകം ആ കെടുതികൾ ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ പോലും ട്രംപ് വീണ്ടും വിചാരമില്ലാതെ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ആഘാതമാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ ഹോർമുസിൽ പിടിമുറുക്കാനുള്ള, അവിടെ ഉപരോധം ഏർപ്പെടുത്താനുള്ള, ഇപ്പോൾ അത് പാളി എന്ന് പറയുന്ന ട്രംപിന്റെ നീക്കങ്ങളെ കാണുന്നത്? ആദ്യം പറയേണ്ട കാര്യം, ഈ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പേര് ചെറുതായിട്ടൊന്ന് മാറ്റി ഡെല്യൂഷണൽ ട്രംപ് എന്നാക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസിഡന്റായി വന്നതിന് ശേഷം മുതൽ ഇന്നലെ വരെ അദ്ദേഹം കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. നമ്മളിവിടെ മലയാളത്തിലൊരു സിനിമ ഉണ്ടായിരുന്നു, സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ എന്ന് പറയുന്ന ഒരു സിനിമ. ഏതാണ്ട് അങ്ങനെ വേറെ ഏതോ ഒരു മായിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനായി അദ്ദേഹം മാറിയിട്ടുണ്ട് ഈ അധികാരം കിട്ടിയതിന് ശേഷം. പ്രത്യേകിച്ച് രണ്ടാമത്തെ തവണ അധികാരം കിട്ടിയതിന് ശേഷം അദ്ദേഹം നമ്മൾ നോക്കൂ, ഒരു ലോകത്തിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന, ലോകരാഷ്ട്രീയത്തിൽ മാതൃകയാകേണ്ട യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ പോലെയുള്ള സ്ഥാപനങ്ങളെ, അന്തർദേശീയ സ്ഥാപനങ്ങളുടെ സുരക്ഷാ കൗൺസിലിലെ പെർമനന്റ് മെമ്പറായിട്ടുള്ള, ലോകത്തിന്റെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തേണ്ട രാജ്യമാണ് അമേരിക്ക. റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് നിലനിർത്തേണ്ട രാജ്യമാണ് അമേരിക്ക. ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആ രാജ്യത്ത് അധികാരത്തിൽ വന്ന ശേഷം കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കും. 2025 വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ താരിഫ് ചുങ്കം ഏർപ്പെടുത്തി. അതിന്റെ ആഘാതത്തിൽ നിന്ന് അമേരിക്കയിലെ ജനങ്ങളോ ലോക ജനങ്ങളും ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് ഫൊക്കാനയുടെ പ്രസിഡന്റായിട്ടുള്ള സജിമോൻ ആന്റണിക്കൊക്കെ നല്ലപോലെ അറിയാം. നമ്മൾ ബാക്കിയുള്ള കാര്യം, ഇപ്പൊ അദ്ദേഹം ഈ യുദ്ധം തുടങ്ങിയ ശേഷം, ഈ ഇറാനെതിരായിട്ടുള്ള യുദ്ധം തുടങ്ങിയ ശേഷം വീണ്ടും ആ പ്രതിസന്ധി കൂടിയിരിക്കുകയാണെന്ന് നമ്മളെക്കാൾ നല്ലപോലെ അറിയുന്നവരാണ് അമേരിക്കയിൽ ജീവിക്കുന്ന ആളുകൾ. ലോകത്തൊട്ടാകെ നമ്മൾ ഉൾപ്പെടെ, മലയാളികൾ ഉൾപ്പെടെ അതിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് വളരെ സൂക്ഷ്മമായി നമ്മൾ നോക്കിയാൽ കാണേണ്ട ഒരു കാര്യം, ഫെബ്രുവരി 27-ാം തീയതി വരെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ ഹോർമുസ് കടലിടുക്കിൽ? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുകയായിരുന്നു, അവരിലൂടെ എല്ലാ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫെബ്രുവരി 26-ാം തീയതി ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽബു സൈദിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ ഇറാൻ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് സമ്മതിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിനും അറിയാം. അവർ പറഞ്ഞെന്താ, ഞങ്ങൾക്ക് അണവായുധം ഉണ്ടാക്കുക എന്ന് പറയുന്ന പദ്ധതി ഇല്ല. ഞങ്ങളുടെ പരമോന്നത ആചാര്യനായിട്ടുള്ള
പിന്നെ അദ്ദേഹം വധിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പറഞ്ഞത്. ഞങ്ങളുടെ ആചാര്യൻ ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആചാര്യൻ ഫത്വ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ അണവായുധം ഉണ്ടാക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് അണവായുധ പദ്ധതി ഇല്ല. എന്നാൽ ഞങ്ങൾ യുറേനിയം എൻറിച്ച്മെന്റ് ഞങ്ങൾ നടത്തും, ഞങ്ങളുടെ അവകാശമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സ്റ്റോക്ക് പൈൽ ശേഖരിക്കത്തില്ല. ഞങ്ങൾ ഈ എൻറിച്ച് ചെയ്ത യുറേനിയത്തിന്റെ അളവ് ഞങ്ങൾ കുറച്ചു കൊണ്ടുവരും എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ പരിശോധനയ്ക്ക് ഞങ്ങൾ അനുവദിക്കും എന്ന് ബദർ അൽബു സൈദി പറഞ്ഞു. ബദർ അൽബു സൈദി ലോകത്തോടെല്ലാം ഇത് വിളിച്ചു പറഞ്ഞു. 27-ാം തീയതി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അമേരിക്കൻ ഭരണകൂടത്തെ അദ്ദേഹം അറിയിച്ചു. ഇത് ഇത്രയും കാര്യങ്ങൾ നടക്കുകയും ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ ഇറാനെതിരായിട്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് യുദ്ധം നടത്തിയത്? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് ഈ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ, നമ്മുടെ ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ ഒരു ചെറുതാവട്ടെ വലുതാവട്ടെ ശക്തമാവട്ടെ ദുർബലമാവട്ടെ ആ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുത്. ഒന്ന്. രണ്ട്, ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരം ദുർബലമാണെങ്കിലും ശക്തമാണെങ്കിലും ആ പരമാധികാരത്തെ അംഗീകരിക്കണം എന്ന് മാത്രമല്ല, നിങ്ങൾ എപ്പോഴാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചട്ടപ്രകാരം ഒരു യുദ്ധത്തിന് പോവുക? നിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ, നിങ്ങൾ അനാവശ്യമായി ആക്രമിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയാകുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന അത് വിലയിരുത്തി എസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചാക്രമിക്കാം എന്ന് പറയുമ്പോഴാണ് വാസ്തവത്തിൽ ചട്ടപ്രകാരമുള്ള ലോക്രമം അംഗീകരിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത്. ഇവിടെ ഇസ്രായേലിനെതിരെ ഇറാൻ യുദ്ധത്തിന് പോയില്ല, ഈ അമേരിക്കക്കെതിരെ ഇറാൻ യുദ്ധത്തിന് പോയില്ല. അങ്ങനെ പോകാതിരിക്കെ ഈ പറഞ്ഞ ഹോർമുസ് കടലിലേക്ക് തുറന്നു കിടക്കുന്നു, ഞങ്ങൾ ഈ പറഞ്ഞ തരത്തിലുള്ള മാന്യമായ തരത്തിൽ ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് ഇസ്രായേലിന്റെ നിർബന്ധപ്രകാരം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഈ നിയമവിരുദ്ധമായ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഒപ്പം ബിഷപ്പ് അലക്സ് വടക്കുംതല ചേരുകയാണ്, കണ്ണൂർ ബിഷപ്പ്. നോക്കൂ, ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കണം എന്നതാണ് ലോകം ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ഈ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിൽ മാർപ്പാപ്പ അതിനെതിരായ ഒരു സന്ദേശം നൽകുമ്പോൾ അതിനെതിരെയും ട്രംപ് വരികയാണ്. വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ സംസാരിക്കേണ്ടത് തന്റെ ചുമതലയാണ്, ഈ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്നതാണ് മാർപ്പാപ്പ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിനെതിരെ, ആ നടപടികൾക്കെതിരെ, അത് തെറ്റാണെന്ന് പറയുന്നവർക്കെതിരെ പോലും ട്രംപ് സ്വീകരിക്കുന്ന ഈ നിലപാടും പ്രസ്താവനകളും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ലോക മനസാക്ഷിയുടെ ഒരു സ്വരമാണ് ലിയോ 14 പാപ്പ ഈ യുദ്ധത്തിനെതിരെ അറിയിച്ചത്. ട്രംപ് കാര്യം ശരി, ഇത്രയും സമ്പന്നമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാണെങ്കിലും തൻ്റെ ആ അധികാരവും തൻ്റെ ഉത്തരവാദിത്വവും മറന്നുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്. യുദ്ധത്തെപ്പറ്റി, അതിൻ്റെ അധാർമികതയെപ്പറ്റിയൊക്കെ ലിയോ പാപ്പ പറഞ്ഞപ്പോൾ അത് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞത്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരുന്നു, യുദ്ധം എന്നുള്ളത് മാനവ സമൂഹത്തിൻ്റെ വലിയ ഒരു പരാജയമാണ്. ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് പറഞ്ഞത്. സഭ എന്നും പഠിപ്പിച്ചിട്ടുള്ളത് അതുതന്നെയാണ്. കാരണം യുദ്ധം ഒന്നിനും ഒരു ഉത്തരമല്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ, അതിൻ്റെ പ്രയാസങ്ങൾ നമ്മുടെ കൊച്ചു ഭവനങ്ങളിലെ അടുക്കള വരെ വന്നിരിക്കുന്നു. ഗ്യാസ് കിട്ടാനില്ല, മറ്റു പലവിധത്തിലുള്ള പ്രതിസന്ധികൾ, ചെറിയ ഒരു ഹോട്ടൽ പോലും നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം. ഇത് ലോകം മുഴുവനും ഉള്ള ഒരു ആകാംക്ഷയുടെ, പ്രതിസന്ധിയുടെ ഒരു നിമിഷമാണ്. അങ്ങനെയുള്ള അവസരത്തിലാണ് ധാർമ്മികതയുടെ സ്വരം മുഴങ്ങേണ്ടത്. ആ സ്വരം ഒരിക്കലും കെടുത്തിക്കളയാനാവില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ വാക്കുകൾ തീർത്തും അപലപനീയമാണ്. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അതിനെ അപലപിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിലെ പല നേതാക്കന്മാരും, ഇറ്റാലിയൻ പ്രസിഡന്റ് ഇതിനെപ്പറ്റി വളരെ ലിയോ 14 പാപ്പയുടെ ആ വാക്കുകൾ വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നിലപാട് തീർത്തും അപഹാസ്യമാണെന്നുള്ള വിധത്തിലാണ് അങ്ങനെ പല ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കളും ഈ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. യുദ്ധം എത്രയും വേഗം നിർത്തണം, അവസാനിപ്പിക്കണം. കാരണം നിഷ്കളങ്കരായ വ്യക്തികളാണ്,
കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എത്രയോ മനുഷ്യരാണ് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. അതിനേക്കാൾ അതോടൊപ്പം തന്നെ വർഷങ്ങളായി നാം പടുത്തുയർത്തിയ പുരോഗതി, വളർച്ച എല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് എല്ലാം തകർന്നറിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. ലിയോ 14 പാപ്പയുടെ ആ സ്വരം ഇനിയെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രവിക്കട്ടെ എന്നാണ് നമ്മുടെയും ആഗ്രഹം. അദ്ദേഹം അങ്ങനെ അപഹാസ്യനായി ലോകത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ പാടില്ല. സമാധാനത്തിൻ്റെ പാത അദ്ദേഹം തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ. ഇത്രയും നാം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. പരിഷ്കാരവും നമ്മുടെ സംസ്കാരവും എല്ലാം ഉയർന്നു വരുന്നു എന്ന് നാം അവകാശപ്പെടുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ തച്ചു തകർക്കുകയും രാഷ്ട്രങ്ങളെ ചാമ്പലാക്കി മാറ്റുകയും ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഒരിക്കലും ആർക്കും സ്വീകരിക്കാനാവില്ല. ആ നിലപാട് തന്നെയാണ് ലിയോ 14 പാപ്പ എടുത്തതും. അത് ലോക മനസ്സാക്ഷിയുടെ സ്വരമായി നമ്മുടെ ഓരോരുത്തരുടെയും ലോകം മുഴുവൻ അപ്രകാരമുള്ള ആ സ്വരം സ്വീകരിക്കുകയും യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടിയും ഇരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് എത്രയും വേഗം ഈ ധാർമ്മിക സ്വരം സ്വീകരിച്ച് അദ്ദേഹം സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കട്ടെ എന്നതാണ് എൻ്റെ തൊട്ട് മുൻപ് എത്ര മനോഹരമായി അദ്ദേഹം ഇപ്പോഴത്തെ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തെ അപഗ്രഥിച്ചു. അതുകൊണ്ട് ലോകത്തിന് എന്താണ് നേടുന്നത്? ലോകം അധോഗതി പ്രാപിക്കുക, പുരോഗതി നമുക്ക് നഷ്ടമാകുന്നതല്ലാതെ എന്താണ് നമുക്ക് നേടാനുള്ളത്? തീർച്ചയായും ശത്രുത മനോഭാവം കൊണ്ട് ലോകത്തിന് എന്ത് നന്മയാണുള്ളത്? ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, സോദരർ സർവരും നാം ഒരൊറ്റ സമൂഹമായി നമ്മുടെ ഈ കോമൺ ഹോം, ഈ പൊതുഭവനം നാം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതല്ലേ? അതാണ് നാം എടുക്കേണ്ട നിലപാട്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, ബിഷപ്പിലേക്ക് ഞാൻ തിരിച്ചെത്താം. സജിമോൻ ആന്റണിയിലേക്ക് പോവുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, ലിയോ 14 മാർപ്പാപ്പയുടെ ഈ ആഹ്വാനത്തെ തുടർന്ന് പല കത്തീഡ്രലുകളിലും അത് ആവർത്തിക്കപ്പെടുകയാണ്. ആ സന്ദേശം ആവർത്തിച്ച് ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാഷിംഗ്ടണിൽ ഈ കർദിനാൾ മക്കൽറോയ് ഇതേ സന്ദേശം തന്നെ പകർന്നുകൊണ്ട് കുർബാന നടത്തുന്നു, അവിടെ സംസാരിക്കുന്നു, അതിന് ആയിരങ്ങൾ സാക്ഷിയാകുന്നു. അവർ ഈ ആഹ്വാനം ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത് ഈ ഇപ്പോഴത്തെ വെടിനിർത്തൽ അത് തുടർന്നു പോകണം, ഒപ്പം തന്നെ ശാശ്വത സമാധാനത്തിന് വഴി തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അമേരിക്കയിൽ പോലും കത്തീഡ്രലുകൾ കേന്ദ്രീകരിച്ച് ഈ വിധത്തിലുള്ള പ്രാർത്ഥനകൾ നടക്കുന്നു, അതിൽ വിശ്വാസികൾ വലിയ രീതിയിൽ പങ്കെടുക്കുന്നു. ട്രംപിൻ്റെ ഇപ്പോഴുള്ള പല നീക്കങ്ങൾക്കുമെതിരെ ആ തരത്തിലുള്ള ജനങ്ങളുടെ യോജിപ്പ് നമ്മൾ കാണുകയാണ്. അതൊന്നുകൂടി ബലപ്പെട്ടിട്ടുണ്ടോ? മാർപ്പാപ്പയ്ക്കെതിരെ തിരിഞ്ഞ് ആ സ്ഥാനം പോലും തൻ്റെ ഒരു ഔദാര്യമാണ് എന്ന തരത്തിലേക്കുള്ള പ്രസ്താവന ട്രംപിൽ നിന്ന് വരുമ്പോൾ ആ വികാരം കൂടുതൽ ശക്തിപ്പെടുന്നതാണോ അമേരിക്കയിൽ കാണുന്നത്? രേണുക, പൂർണ്ണമായിട്ടും ഞാൻ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞതിനോട് യോജിക്കുന്നു. വിത്ത് 2 നോട്ട്സ്. ടാരിഫ് ഈസ് എ സെപ്പറേറ്റ് ഇഷ്യൂ ആൻഡ് ഇറാൻ ഈസ് നോട്ട് എ സെയിന്റ്, ബട്ട് പീസ് ഈസ് ഓൺ ഇറ്റ്സ് വേ. പല റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് സമാധാനം ഒരു കൈപ്പാട് അകലെയാണ് എന്ന് പറയുന്നതിന് കാരണം. ട്രംപ് ഈസ് ഇറ്റ് ലോ നൗ. ട്രംപിന്റെ ആ ഇമേജിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ആസ് എ അമേരിക്കൻ സിറ്റിസൺ, ഇറ്റ്സ് എ ഷെയിം ടു സേ ഇൻ ദ ലൈവ് TV ദാറ്റ് അവർ പ്രസിഡന്റ് ഈസ് റോങ് ഓൺ ഇറ്റ്സ് ഇറാൻ സബ്ജക്ട് എന്ന് പറയുന്നതിനകത്ത്. സമാധാനം ഒരു പിടി അകലെയാണ്, അല്ലെങ്കിൽ ഒരു കയ്യെത്തും ദൂരെയാണ്, അല്ലെ സംഭവിക്കും എന്ന് പറയാനുള്ള ഒരു റീസൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പോണെങ്കിൽ തന്നെ 14 ദിവസമാണ് ട്രംപിന്റെ മാൻഡേറ്റിന്. ട്രംപ് അമേരിക്കൻ കോൺഗ്രസിന്റെയും സെനറ്റിന്റെയും അധികാരം അപ്രൂവലോട് കൂടി അല്ല ഈ യുദ്ധത്തിന് പോയത്. അതുകൊണ്ടിട്ട് 60 ദിവസം എന്നുള്ള ആ ഒരു ടൈം ഈസ് ടിക്കിംഗ്. 14 days ലെഫ്റ്റ്. ഒന്നാണ്. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അമേരിക്കയിലൊക്കെ ട്രംപ് ഈസ് നോട്ട് എ കിങ് എന്ന് പറഞ്ഞുള്ള റാലികളൊക്കെ നടന്നിരുന്നു. എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനും മേളിൽ പോയി ഞാനിപ്പം യേശു തന്നെയാണ്, ദൈവം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ഡെപ്പിക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഇൻ എൻറ്റയറിറ്റി 2.5 ബില്യൺ ക്രിസ്ത്യൻസ് ഉണ്ട് ലോകം ഏകമാകാൻ. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മതത്തിനെ അപമാനിക്കുന്ന തരത്തിലുള്ള നീക്കം അത് ഏത് പ്രസിഡന്റ് നടത്തിയാലും അപലപനീയമാണ്. അതിനകത്ത് ഒരു സപ്പോർട്ടും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഉച്ചത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതേ സമയം പോപ്പ് ലിയോയുടെ പരിശുദ്ധ പിതാവിന്റെ ആ വാക്കുകളെ ശ്ലാഘിക്കുകയാണ്. കാരണം
അദ്ദേഹം ഒരു നട്ടെല്ല് കാണിച്ച് ഇതൊരു ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കാണ്, റിലീജിയസ് പോലും, ആ ഒരു സബ്ജക്റ്റിൽ വളരെ ശക്തമായ ഒരു തീരുമാനമെടുത്ത പോപ്പിന്റെ ആ ഒരു ഇച്ഛാശക്തിയെ ഞങ്ങൾ ശ്ലാഘിക്കുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഓയിൽ പ്രൈസ് ഇവിടെ $2 മേളിലേക്ക് പോകുമ്പോൾ എപ്പോഴും വലിയൊരു വിഷയമാണിത്. ഇപ്പം $100 ബാരലിന് മേളിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ $2 കിട്ടിക്കൊണ്ടിരുന്ന ഗ്യാസിലിന് ഇവിടെ ഇപ്പം $4.5 ആവറേജ്, ചിലയിടത്തൊക്കെ 5 മേളിലായിട്ടുണ്ട്. അത് വളരെ ഒരു ഇന്റേണൽ പ്രഷർ ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അടുത്തൊരു. എന്തോ മാഗയുടെ ആളായിരുന്നില്ലേ താങ്കൾ? Sorry, I was never a MAGA people, okay? But let me tell you, by the way, ഞാൻ എപ്പോഴെങ്കിലും ചാനലിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു മാഗയുടെയോ നോൺ മാഗയുടെയോ ഡെമോക്രാറ്റിന്റെ റിപ്പബ്ലിക്കിന്റെ വക്താവായിട്ടല്ല ഇരിക്കുന്നത്. ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് പറയുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഒരു പാർട്ടിയുടെയും പക്ഷം പഠിക്കേണ്ട ആവശ്യമില്ല. അത് അമേരിക്കയുടെ ആണെങ്കിലും ഇന്ത്യയുടെ ആണെങ്കിലും ഏത് രാജ്യത്തിനാണെങ്കിലും ആസ് എ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ഇതാണ്, നമ്മൾ കാണുന്ന കാര്യങ്ങൾ സത്യത്തോടെ അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യവും പറയണം. ഞാൻ അതുകൊണ്ടാണ് തുടക്കം ഞാൻ പറഞ്ഞത് താരിഫ് ഈസ് എ സെപ്പറേറ്റ് ഇഷ്യൂ, ഇറാൻ ഈസ് നോട്ട് എ സെയിന്റ്. ഐ വിൽ കം ടു ദാറ്റ് പോയിന്റ് ഓൾസോ. കാരണം ഇറാൻ ഈസ് നോട്ട് എ സെയിന്റ് എന്ന് പറയുമ്പോൾ, കാരണം ഇവിടെ ആ പശ്ചിമ മേഖലകളിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് ഹൂതികൾ എവിടെയുണ്ടായി, ഹമാസ്, ഹിസ്ബുള്ള പോലുള്ള ആക്രമണങ്ങളിൽ ഒളിഞ്ഞും പാത്തിരുന്നുള്ള ആ ആക്രമണത്തിന്റെ പിന്നിൽ നേരെയുള്ള വ്യക്തി അല്ലെങ്കിൽ രാജ്യം ഇറാൻ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 40,000 ആൾക്കാരെ ജൂൺ മാസത്തിൽ അവിടെ ഈ ഡിക്റ്റേറ്റർഷിപ്പ് അടിച്ചമർത്തി കൊല്ലപ്പെട്ടപ്പോൾ നമ്മൾ എവിടെ പോയിരുന്നു? അപ്പൊ നമ്മൾ അത് പറയണത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറാൻ ഈസ് നോട്ട് എ സെയിന്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഡൊണാൾഡ് ട്രംപ് ഈസ് ഓൾസോ റോങ് ഇൻ ദി സബ്ജക്ട് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. രണ്ട് കാര്യവും തെറ്റാണ് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, വേറൊരു കാര്യം പറഞ്ഞോട്ടെ രേണുക, സമയം തീരുന്നതിന് മുമ്പ്. ഈ ഇന്നും നാളെയുമായിട്ട് US കോൺഗ്രസിലും സെനറ്റിലും ഒരു വോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതിനു മുമ്പ് 2 തവണ കൊണ്ടുവന്നിരുന്നു. ട്രംപിന്റെ ഈ ഒരു വാറിന്റെ ഈ അധികാരിക പരിധിയെ ഒരു കട്ടേൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. 2 തവണ ഫെയിൽ ആയിരുന്നു. ഇത്തവണയും അത് പാസ്സാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും സെനറ്റ് റിപ്പബ്ലിക്കൻസ് അവരുടെ നട്ടെല്ല് ഉയർത്തി കാണിക്കുന്നില്ല. എക്സെപ്റ്റ് 1 or 2 persons സെനറ്റർ, മറ്റുള്ള ആൾക്കാർ കാണിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇനിയും ഇത് വലിഞ്ഞു മുന്നിട്ട് പോവുകയാണെങ്കിൽ അവര് ചേരി മാറി ഡെമോക്രാറ്റ്സിനോടൊപ്പം വോട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും. ദാറ്റ് ഈസ് ആ ഒരു സിറ്റുവേഷനിലേക്ക് നാളെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി നെക്സ്റ്റ് വീക്ക് വന്നേക്കാം. കാരണം 14 ദിവസം എന്നുള്ളത് പിന്നെ 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോകും എന്നാണ് വേറൊരു കാര്യം പറയാനുള്ളത്. അതോടൊപ്പം ഇറാന്റെ കാര്യത്തോടെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇറാന്റെ ഹോർമസ് കടലിലേക്ക് ഓൾറെഡി ബ്ലോക്ക് ചെയ്തു. ട്രംപ് അതിന്റെ മേളിൽ കയറി പിന്നെയും ബ്ലോക്ക് ചെയ്തു. റെനുക ഓൾറെഡി മെൻഷൻ ചെയ്തു, ചൈനീസ് ഒരു കപ്പൽ ഓൾറെഡി അത് പാസ് ചെയ്തു എന്ന് പറഞ്ഞു. അതൊരു പ്രഷർ ടാക്ടിക്സ് ആണ്. ഏതായാലും ആ ഒരു പ്രഷർ ടാക്ടിക്സ് ഈൽഡ് ചെയ്യുന്നുണ്ടെന്ന് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പീസ് ടോക്കിലേക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷനും അതോടൊപ്പം ഇറാന്റെ അഡ്മിനിസ്ട്രേഷനും സെറ്റ് ആവുകയാണ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങളിൽ പോളിസിക്കകത്ത് വരുന്നത് 5 വർഷം വരെ ഈ ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ സസ്പെൻഡ് ചെയ്യാമെന്ന് ഇറാൻ എഗ്രി ചെയ്യുന്നു. എന്നാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ 20 വർഷം ഡിമാൻഡ് ചെയ്യുന്നു. മേ ബി 10 വർഷം സംവേർ ഇൻ ദ മിഡിൽ അത് സെറ്റിൽ ആവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം 40 വർഷത്തെ ചരിത്രത്തിൽ ലബനനും ഇസ്രായേലുമായിട്ട് ആദ്യമായിട്ട് ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ, ഡയറക്റ്റ് ടോക്ക് വാഷിംഗ്ടൺ DC-യിൽ ഇന്ന് നടക്കുന്നു, അല്ലെങ്കിൽ നാളേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില നല്ല പോയിന്റുകൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് നമുക്ക് സമാധാനം ഒരു പിടി ദൂരെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് തോന്നുന്നു മേ ബി വിതിൻ കപ്പിൾ ഓഫ് ഡേയ്സിൽ ഈ ഒരു തീരുമാനങ്ങളിൽ ട്രീറ്റ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത്. താങ്കളിലേക്ക് ഒരിക്കൽ കൂടി വരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദയവായി തുടരുക. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോ നമ്മൾ നിരവധി ചർച്ചകളിൽ ട്രംപ് എന്നൊരു ഭീഷണി എന്താണ് എന്നത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വയം ദൈവമായി അവരോധിച്ചുകൊണ്ട് മതനിന്ദ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഒപ്പം ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്ന നിലപാടുകൾ എടുത്തുകൊണ്ട് ഒക്കെ ആ ഭീഷണി തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. തനിക്കെതിരെ ആര് വന്നാലും ഒരു കൂസലുമില്ല, താൻ അവർക്കെതിരെ നിൽക്കും എന്ന പ്രസ്താവനയാണ്. ഇത് തെറ്റാണ് ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ മാർപ്പാപ്പയ്ക്കെതിരെ പോലും ആ നിലപാടെടുത്തുകൊണ്ട് ട്രംപ് കാണിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഭീഷണി എന്നത് ട്രംപായി മാറുന്നുണ്ടോ ലോകത്തിന്? അമേരിക്കൻ ജനത ശ്രീമതി രേണുക പറഞ്ഞിരുന്നത് ഞങ്ങൾക്കൊരു രാജാവിനെ ആവശ്യമില്ല. അപ്പോൾ അതിനുള്ള മറുപടിയായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ജനതയോടും ലോക ജനതയോടും പറയുന്നത് രാജാധിരാജനായി താനിതാ അവരോധിതനായിരിക്കുന്നു, അല്ലെങ്കിൽ അവതരിച്ചിരിക്കുന്നു. അപ്പം ഇത് ക്രൈസ്തവ വിശ്വാസിയായ ഡൊണാൾഡ് ട്രംപ്,
അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടുകളും വിശ്വാസ സമൂഹത്തിൻ്റെ കൂടെ വോട്ടുകളാണ്. ഒരുപക്ഷെ അമേരിക്കയെ നയിക്കുന്നത് ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് ആയിരിക്കാം, അതൊരു കത്തോലിക്ക ഡൈനാമിക്സ് ആകണമെന്നില്ല. പക്ഷേ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കത്തോലിക്ക ലോകത്തെ ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് റിലിജിയസ് ഫെയ്ത്ത് സിസ്റ്റമായ കത്തോലിക്ക സഭയുടെ ശബ്ദമായ പോപ്പ് ലിയോ 14 പറയുന്നു, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ട്രംപിനെ വ്യക്തിപരമായി അല്ല വിമർശിക്കുന്നത്, യുദ്ധമെന്ന സങ്കല്പം ഇതിന് ഇപ്പോൾ സ്ഥാനമില്ല എന്ന് പറയുമ്പോൾ ലിയോ 14 വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ വിദേശ നയം എന്തിനു കൊള്ളാമെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം ഒരു പോപ്പ് കേവലം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാത്രമല്ല, മറിച്ച് വത്തിക്കാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ തലവൻ കൂടിയാണ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് കൂടിയാണ്, ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് കൂടിയാണ്. ആ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുന്ന ലോക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് മാർപ്പാപ്പ എന്നുകൂടി ഓർക്കേണ്ടതാണ്. അപ്പം ഇവിടെ എല്ലാ സീമകളും അതിലംഘിച്ചുകൊണ്ട് ട്രംപ് സഭ്യതയുടെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് ട്രംപ് സ്വയം പൊസിഷൻ ചെയ്തിരിക്കുന്നത്. രാജാവായും ചക്രവർത്തിയായും ദൈവമായും തന്നെ ട്രംപ് അവതരിക്കുകയാണ്. അപ്പോൾ ഇതിന് അമേരിക്കൻ ജനത എങ്ങനെയാണ് മറുപടി കൊടുക്കുക? ഇതാണ് ശ്രീ സജ്മോൻ ആൻ്റണി, ഫൊക്കാനോയുടെ തലവനായ സജ്മോൻ ആൻ്റണി പറഞ്ഞത്. വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. നോക്കൂ, ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ്? അമേരിക്കയുടെ മണ്ണിലിരുന്നു കൊണ്ട് അമേരിക്കൻ പൗരനായ സജ്മോൻ ആൻ്റണിക്ക് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നാളിതുവരെ ഇത്രയും മോശപ്പെട്ടൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നിടത്താണ് അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ വിജയം. വിമർശന സ്വാതന്ത്ര്യമുണ്ട് അവിടെ. അമേരിക്കൻ ജനതയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ തിരുത്താൻ കഴിയും. പക്ഷേ എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നാണ് രേണുക പ്രമാണം. അതായത് സമയത്തിന് പ്രതികരിച്ചില്ല എങ്കിൽ ട്രംപിൻ്റെ ജൽപ്പനങ്ങൾ, ട്രംപിൻ്റെ തീരുമാനങ്ങൾ, ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ പിടിവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതാ ഹോർമൂസ് തങ്ങൾ ഏകപക്ഷീയമായി കത്രിക പൂട്ടിയിരിക്കുകയാണ്. മണിച്ചിത്രത്തായിട്ട് ഞങ്ങൾ ഹോർമൂസിനെ പൂട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെന്താ കസേരകളിയാണ്? ഇതാണ് ചില ഓഫീസിലൊക്കെ ചില ഉദ്യോഗസ്ഥ കൈമാറ്റം വരുമ്പോൾ, പദവികൾ അനുവദിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരാൾ താഴിട്ട് പൂട്ടിയതിന് പുറത്ത് മറ്റൊരാൾ കൂടി താഴിട്ട് പൂട്ടുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിലല്ലേ ഇറാൻ ഉപരോധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ്റെ ഉപരോധത്തെ മറികടന്നുകൊണ്ട് ആ മേഖലയിൽ ഒരു കപ്പലും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ധൈര്യപൂർവ്വം അമേരിക്കൻ ഉപരോധം നിലനിൽക്കെ തന്നെ, അമേരിക്കൻ കാവൽ കപ്പലുകൾ നിലനിൽക്കെ തന്നെ അതിന് മുന്നിലൂടി ഉപരോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഹോർമൂസിലൂടെ കടന്ന് പോയത് 3 ചൈനീസ് കപ്പലുകളാണ്. അതൊരു ചെറിയ സംഭവമായിരിക്കാം, പക്ഷേ നാളെ റഷ്യൻ കപ്പലുകൾ പോയെന്നിരിക്കാം, കൂടുതൽ രാജ്യങ്ങളുടെ കപ്പലുകൾ അതുവഴി കടന്നു പോയെന്നിരിക്കാം. അതുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ ഇറാൻ്റെ നേരെ ബലപ്രയോഗം നടത്താം, പക്ഷേ ലോകരാജ്യങ്ങൾക്കെല്ലാം നേരെ ബലപ്രയോഗം നടത്തിക്കൊണ്ട് ട്രംപിന് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ, ബാഗ ക്യാമ്പിനുള്ളിൽ തന്നെ വേറിട്ട അഭിപ്രായം ഉരുത്തിരിയുന്നു. അമേരിക്കൻ ജനതയിൽ പ്രതിഷേധമുണ്ട്. കത്തോലിക്ക ലോകം ഇപ്പോൾ ശാന്തമായി നിൽക്കുന്നുവെങ്കിലും ഉള്ളിൽ നുരയുന്ന ഒരു വൻപൻ പ്രതിഷേധമുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഏതാണ്ട് അമേരിക്കയുടെ മൂക്കിന് മുൻപിലുള്ള ഏതാണ്ട് എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും, ബ്രസീൽ, അർജന്റീന, ചിലി, പരാഗ്വേ, ഉറുഗ്വേ, സെൻട്രൽ അമേരിക്കയിലെ രാജ്യങ്ങൾ, നിക്കരാഗ്വ, ഗ്വാട്ടിമാല, എൽ സാൽവഡോർ, ബെലീസ്, എല്ലാ രാജ്യങ്ങളും കത്തോലിക്ക രാജ്യങ്ങളാണെന്ന് ഓർക്കണം. അതുപോലെ സദേൺ യൂറോപ്പിലെ സ്പെയിനും പോർച്ചുഗലും ഇറ്റലിയും ഉൾപ്പെടെയുള്ള സദേൺ യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭിപ്രായത്തെ തൃണവൽഗണിച്ചുകൊണ്ട് ട്രംപിന് അങ്ങനെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപിൻ്റെ ക്യാമ്പിൽ തന്നെ ഒരു വീണ്ടും വിചാരം ഉണ്ടായതുകൊണ്ടാണ് നിർത്തിവെച്ച ചർച്ചകൾ ഇപ്പോൾ അലസിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം JD വാൻസ് മടങ്ങിപ്പോയി. പക്ഷേ വീണ്ടും JD വാൻസും മറ്റുള്ളവരും ഇസ്ലാമാബാദിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറയുമ്പോൾ ശുഭോദർക്കമായ കാര്യമാണ്. ചർച്ചകളിലൂടെ മാത്രമേ പരിഹാരമുണ്ടാകൂ. ശാശ്വതമായ പരിഹാരങ്ങളാണ് അർത്ഥം, മേഖലാ പരിഹാരങ്ങളാണ് അർത്ഥം. ഈ ഹോർമൂസിലെ വിഷയം മാത്രമല്ല ഇവിടെ വിഷയം. ആണവ വിഷയത്തിൽ ക്രിയാത്മകമായ ഒരു പരിഹാരം സാധ്യമാണ്. അത് ഇറാൻ, നേരത്തെ ഡോക്ടർ ജോസഫ് ആൻ്റണി വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഇറാൻ സഹകരിക്കാൻ തയ്യാറായിരുന്നു. ആണവ പോർമുനകൾ ഇറാൻ്റെ നയമല്ല, ആണവ ആയുധങ്ങൾ ഇറാൻ്റെ നയമല്ല എന്ന് പല ആവർത്തി ഇറാൻ്റെ ആധ്യാത്മിക നേതൃത്വം പറഞ്ഞതാണ്. പക്ഷേ അത് വിശ്വസിക്കാൻ തയ്യാറല്ലെങ്കിൽ എഴുതി കൊടുക്കാൻ തയ്യാറായിരുന്നു. അതാണ് 3 റൗണ്ട് ആണവ ചർച്ചകൾ നടന്നതിന് ശേഷം ഇൻ റൈറ്റിംഗ് കൊടുക്കാൻ ഇറാൻ തയ്യാറായി വന്നപ്പോഴാണ് ഫെബ്രുവരി 28 ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഏകപക്ഷീയമായി ഇറാനെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ ഇപ്പോഴും തയ്യാറാണ്. 5 വർഷം തങ്ങൾ ആണവ പദ്ധതിയിൽ നിന്നും, ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും മാറി നിൽക്കാം എന്ന് പറയുമ്പോൾ കടുംപിടുത്തം പിടിച്ചുകൊണ്ട്, അങ്ങനെയല്ല
20 വർഷം നിങ്ങൾ മാറി നിൽക്കണം. അപ്പോൾ ഇവിടെ ഒരു വയാമീഡിയ സ്ട്രൈക്ക് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 10 വർഷം എന്ന രീതിയിൽ ഒരു ബാലൻസിങ് ഫാക്ടർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒരു വിഷയത്തിലെങ്കിലും തീരുമാനമാവുകയാണെങ്കിൽ, ധാരണയാവുകയാണെങ്കിൽ മറ്റ് വിഷയങ്ങൾ തീർച്ചയായും ഉപരോധം മാറ്റുന്ന ഉൾപ്പെടെ നഷ്ടപരിഹാരം ഒരുപക്ഷെ നടക്കില്ലായിരിക്കാം. പക്ഷേ ഉപരോധം മാറ്റിയാൽ തന്നെ ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചമാകും. മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ ഇറാൻ തിരിച്ചു കൊടുക്കാൻ കഴിയും. ഇറാനും ചില ഉറപ്പുകൾ കൊടുക്കാൻ കഴിയും. ഇസ്രായേലിന് ഭീതിയില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമാകാൻ കഴിയും. ഇതെല്ലാം പരസ്പരമുള്ള ചില ഉറപ്പുകൾ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി ഉണ്ടായിക്കൂടായികയില്ല. 22 വരെ വെടിനിർത്തൽ എന്തായാലും ദീർഘിക്കുകയാണല്ലോ. അതിനുള്ളിൽ ആരും പരസ്പരം സാഹസം കാട്ടാതിരിക്കട്ടെ എന്ന് മാത്രം ഈ തരുണത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആരും എന്ന് പറയുമ്പോൾ ട്രംപിന് അത് കഴിയട്ടെ എന്ന് നമ്മൾ കൂടുതൽ ആശിക്കേണ്ടി വരും. കാരണം ഓരോ ഘട്ടത്തിലും ഈ യുദ്ധം ഈ നിലയിൽ വരെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ട്രംപാണ് എന്നത് പറയാതെ വയ്യ. അതിന് പിന്നിൽ എന്താണ് എന്നത് അറിയില്ല. എപ്സ്റ്റീൻ ഫയലിന്റെ ഉൾപ്പെടെ സമ്മർദ്ദം എന്നൊക്കെ പറയുന്നു. അതിലേക്ക് നമുക്ക് എത്താം. അതിനു മുൻപ് സജിമോൻ ആന്റണിയിലേക്ക് ഒരിക്കൽ കൂടി. സജിമോൻ ആന്റണി, ഇവിടെ ഇപ്പോൾ മാർപ്പാപ്പയോട് താൻ മാപ്പ് പറയില്ല എന്നതാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. അദ്ദേഹം ഈ സമാധാനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു. മാത്രവുമല്ല, താൻ ഇവിടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അവിടെ സെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടുത്തെ PC ജോർജ് പറയുന്നത് പോലെ ഉള്ള ഡയലോഗാണ് അവിടെ ട്രംപ് മാർപ്പാപ്പയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയില്ല, ചെയ്യില്ല എന്ന് പറയുന്നത് ചെയ്ത ചരിത്രം ഒരുപാട് കാണിക്കാനുണ്ട് ട്രംപിനെ സംബന്ധിച്ച്. ഈ ചിത്രം പിൻവലിച്ചിരിക്കുകയാണിപ്പോൾ. അതുപോലെ തന്നെ മാർപ്പാപ്പയോട് ലേലു അല്ലു പറഞ്ഞ ഉടൻ തന്നെ ട്രംപിനെ പ്രതീക്ഷിക്കാമോ? അതിന് വേണ്ടി വരുമോ? ആ രീതിയിലൊരു സമ്മർദ്ദം അമേരിക്കയിൽ ഉയരുന്നുണ്ടോ? രേണുക, പെട്ടെന്ന് ഒരു കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ഒരു മാഗ റിപ്പബ്ലിക്കിനോട് ഞാൻ പേഴ്സണലി സംസാരിച്ച് കഴിയുമ്പോൾ കട്ടക്ക് ട്രംപ് സപ്പോർട്ടറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സെയിം സെന്റൻസ് ആണ് രേണുക ഇപ്പോൾ പറഞ്ഞു. ഞാൻ ആരെയും പേഴ്സണലി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ കേരള നിയമസഭയിൽ അല്ലെ കേരളത്തിൽ എങ്ങനെയാണോ വർത്താനം പറയുന്നത് ആ ഒരു സ്റ്റൈലിലേക്ക് അല്ലെ അതിന് താഴേക്ക് നമ്മുടെ പ്രസിഡന്റ് പോയി എന്നാണ് അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്തത്. ഞാൻ പറഞ്ഞു ഐ എം ഗ്ലാഡ് ടു ഹിയർ ഫ്രം യു. കാരണം അതുപോലെ സ്ട്രോങ് ആയിട്ട് ട്രംപിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു എന്ന് പറയുകയാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇറങ്ങുകയാണ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹോർമസ് കടലിടുക്ക് ഒരു തവണ അടഞ്ഞു കിടന്നതിന്റെ മേളിൽ ഒരു പ്രതിരോധം കൂടെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ ചർച്ചയിലേക്ക് വരുന്നതും കൂടെ എന്ന് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് ഇന്റൻഷനലി ഒരു തന്ത്രപരമായി നോക്കുകയാണെങ്കിൽ അത് വളരെ ഒരു നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു. അതുകൊണ്ട് ഇറാന്റെ മേളിലും കംപ്ലീറ്റ് ഒരു പ്രഷർ ബിൽഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇനിയുള്ള ഒരു കപ്പലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തില്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇറാനെയും കൂടിയാണ്, ലോകരാജ്യങ്ങളെ മാത്രമല്ല എന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, പോപ്പ് ലിയോ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ കാണിച്ചു. അപ്പൊ എനിക്ക് ലോക രാഷ്ട്ര തലവന്മാരോട് ചോദിക്കാനുള്ളത്, അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ എവിടെയാണ്? റൈറ്റ്? ആ പോപ്പ് ഈ പൊളിറ്റിക്സിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല. എന്നിട്ടും അദ്ദേഹം ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞെങ്കിൽ ലോകരാജ്യ തലവന്മാരൊക്കെ എവിടെ പോയി? അവരൊക്കെ റിയാക്ട് ചെയ്യണം, അവരൊക്കെ ഡിഫ്ലക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയണം എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. 44 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ചൈനീസ് പ്രസിഡന്റിന്റെ പോലും ആദ്യത്തെ ഒരു റെസ്പോണ്ട് വരുന്നത് ഇന്നാണ് വരുന്നത്. അപ്പം അദ്ദേഹം എവിടെയായിരുന്നു? മറ്റു രാജ്യ തലവന്മാരൊക്കെ എവിടെയായിരുന്നു? അപ്പം മോറൽ പോലീസ് കളിക്കുന്ന അല്ലെ പല കാര്യങ്ങളും ഇരട്ടത്താവ് പറയുന്ന ഒത്തിരി നേതാക്കന്മാർ നമ്മുടെ ഇടയിലും ഉണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് ക്രിട്ടിസൈസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. ശരി, ശ്രീ സജിമോൻ ആന്റണി, അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുള്ളതിനാൽ പോകും എന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി പോയത്. ശ്രീ ജോസഫ് ആന്റണി, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് ഒരിക്കൽ കൂടി ബിഷപ്പ് അലക്സ് വടക്കും തലയിലേക്ക് പോവുകയാണ്. ബിഷപ്പ്, ഇവിടെ ഇപ്പോൾ ട്രംപ് ഒരു AI ചിത്രം പുറത്തുവിട്ടത് താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അതിൽ സ്വയം ദൈവമായി കരുതിക്കൊണ്ട്, യേശുവായി കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നവർക്ക് തോന്നുന്ന തരത്തിലൊരു ചിത്രമാണ് അദ്ദേഹം പുറത്തുവിട്ടത്. അത് ഒരു പ്രത്യേക ദിവസമായിരുന്നു. കിഴക്കൻ സഭകളുടെ ഈസ്റ്റർ ആഘോഷം നടക്കുന്ന ഒരു സമയത്താണ് അത് പുറത്തു വന്നത്. ഇപ്പോൾ അദ്ദേഹം അത് താനൊരു ഡോക്ടറായി ചിത്രീകരിച്ചു എന്നതൊക്കെയാണ് പറയുന്നത്. ആ ചിത്രത്തിൽ പല സൈനികരെയും ഒക്കെ നമുക്ക് കാണാം, അമേരിക്കൻ പതാകയൊക്കെ കാണാം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദിവസം ആ AI ചിത്രം പുറത്തുവിട്ടത് ഒരു മതനിന്ദയായി കാണേണ്ടുന്ന വസ്തുതയാണോ? ആ നിലയിൽ തന്നെയാണോ സഭ അതിനെ നോക്കിക്കാണുന്നത്? എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും അപ്രകാരം ഒരു ചിത്രം ട്രംപ് തൻ്റെ സ്വയം ഒരു ദൈവപുത്രനായി യേശുവിൻ്റെ ആ രൂപത്തിൽ AI ജനറേറ്റഡ് ചിത്രമാണെങ്കിൽ പോലും എത്ര അപലപനീയമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ക്രൈസ്തവ സമൂഹം
വലിയ ഉദ്ധാന തിരുനാളിൻ്റെയും ഒക്കെ ആഘോഷത്തിൻ്റെ ആ അവസരത്തിൽ ഇപ്രകാരം ഒരു ചിത്രം, അതൊരു ഒരു രാഷ്ട്ര നേതാവ്, ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തി അപ്രകാരം ചെയ്യുന്നത് ഏറ്റവും അപലപനീയമായ ഒരു കാര്യമാണ്. പക്ഷേ എന്തോ അദ്ദേഹത്തിന് തോന്നിക്കാണും അത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഉടനെ അത് പിൻവലിച്ചു എന്നുള്ളത് ഏതായാലും നമുക്ക് ആശ്വസിക്കാം. പക്ഷെ അതിനേക്കാൾ കൂടുതലുള്ള വലിയ ലോക ജനതയോടുകൂടിയുള്ള വലിയ ഒരു തെറ്റായ നിലപാടാണ് യുദ്ധത്തോട് അദ്ദേഹം എടുത്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, മാനവ ചരിത്രത്തിൽ യുദ്ധം ഒന്നിനും പരിഹാരമായിരുന്നിട്ടില്ല. അതെന്നും ലോക ജനതയെ, സമൂഹത്തെ തകർക്കാനേ ഇടവന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ലിയോ 14 പാപ്പ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ വ്യക്തമായി പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ, വാർ ഈസ് നോട്ട് എ സൊല്യൂഷൻ എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഐ എം നോട്ട് ദെയർ ടു ഡിബേറ്റ് വിത്ത് ട്രംപ്, ട്രംപിനോട് ഇങ്ങനെ ഒരു വാഗ്വാദത്തിനല്ല, പക്ഷേ ഐ വിൽ കണ്ടിന്യൂ ടു സ്പീക്ക് അഗെയിൻസ്റ്റ് വാർ എന്നാണ് ലിയോ 14 പാപ്പ നേരത്തെ മുൻപ് പറഞ്ഞ സഹോദരൻ സൂചിപ്പിച്ചു, നട്ടെല്ലോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം പിതാവിനോട് സൂചിപ്പിക്കാൻ തന്നെ അനുവദിക്കുമോ? പറഞ്ഞോളൂ, അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി പറഞ്ഞോളൂ. പിതാവെ ഇദ്ദേഹം പിന്നെ യേശുക്രിസ്തുവായിട്ട് മാത്രമല്ല പിന്നെ വന്നിട്ടുള്ളത്. നമ്മുടെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം സ്വന്തമായിട്ട് പോപ്പായിട്ട് വന്ന ചിത്രം കൂടി അദ്ദേഹം മെയ് മാസം പിന്നെ 6-ാം തീയതി പിന്നെ പത്രങ്ങൾ മെയ് മാസം 4-ാം തീയതി കൊടുത്തത് പിതാവ് കണ്ടു കാണും. ഇത് പോപ്പായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചിത്രം അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. എന്ന് പറഞ്ഞാൽ പോപ്പായിട്ടും യേശുക്രിസ്തുവായിട്ടും പിന്നെ ഖമേനിയായിട്ടും എല്ലാം ഈ തരത്തിലുള്ള ചിത്രങ്ങൾ രൂപീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വിനോദമാണ്. ഓക്കെ പിതാവേ. അതെ, അത് ആ ഒരു വിനോദമായിട്ട്, അതെ, ഞാനത് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ചില വ്യക്തികൾക്ക് ഇപ്പോഴും ചിലപ്പോൾ ചില സമയത്ത് ആ ഒരു ബാലിശമായ സ്വഭാവ രീതി അറിയാതെ അവരിൽ കടന്നു വരും. അതുപോലത്തെ ഒരു സ്വഭാവ പ്രത്യേകത അല്ലെങ്കിൽ വൈകല്യം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായിട്ട് കണക്കാക്കാം. കാരണം ഇതൊരു കൺസിസ്റ്റൻറ്റ് ബിഹേവിയർ പാറ്റേൺ ആണ് ഈ പ്രസിഡന്റ് ട്രംപിലുള്ളത്. ഫ്രാൻസിസ് പാപ്പയുടെ മരണശേഷം പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ സ്വന്തം പിക്ചർ വെച്ചിട്ട് പാപ്പമാരുടെ ആ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തതും അങ്ങനെയുള്ളതെല്ലാം ഇപ്പോൾ അതിനേക്കാൾ ഏറ്റവും അപലപനീയം. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ യുദ്ധത്തോടുള്ള നിലപാടാണ് നമ്മെ ഏറെ വിഷമിപ്പിക്കുന്നതും ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നതും. കാരണം അദ്ദേഹം ഈ ലിയോ 14 പാപ്പയുടെ ചില നിലപാടുകൾ എടുത്തിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന് അപ്രകാരം സംസാരിക്കാൻ, പ്രസ്താവന നടത്താനുള്ള അധികാരമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു ലോക നേതാവ് എന്ന നിലയ്ക്ക്, ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ എന്ന നിലയ്ക്ക് എല്ലാ അവകാശവും അധികാരവും ലിയോ 14 പാപ്പയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അപ്രകാരം ശബ്ദിക്കേണ്ടത് ഇന്നെൻ്റെ ആവശ്യമാണ്. അപ്രകാരം സംസാരിക്കേണ്ട, ശബ്ദിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവർ നിശബ്ദരായാൽ ആ നിശബ്ദതയായിരിക്കും ലോകത്തിന് ഏറ്റവും വലിയ അപകടം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ലിയോ 14 പാപ്പയെപ്പോലെ മറ്റു ലോക രാഷ്ട്ര നേതാക്കളും മുന്നോട്ട് വരട്ടെ, ഒരുമിച്ച് നിൽക്കട്ടെ. അങ്ങനെ കൂട്ടായ്മയിൽ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം സംജാതമാക്കുവാൻ ഒരുമിച്ച് നിലകൊള്ളട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ട്രംപിൻ്റെ ഈ നിലപാട് തിരുത്തണം. അങ്ങനെ യുദ്ധത്തിന് വിരാമമിട്ട് ശാശ്വതമായ പരിഹാരം വെക്കണം. കാരണം ഞാൻ ഹിരോഷിമ സന്ദർശിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ആ ഒരു അണുബോംബിൻ്റെ ആയുള്ള ആ പ്രതിസന്ധികൾ ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നു. ലോക മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണത്. അതുപോലുള്ളതൊന്ന് ആവർത്തിക്കുക പോലും നമുക്ക് സാധ്യമല്ല. സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് ഒരു ലോകരാഷ്ട്രത്തിന് പുരോഗതിക്ക് ആവശ്യം. പീസ് ഈസ് ദ സൊല്യൂഷൻ, നോട്ട് വാർ. അതാണ് ലിയോ 14 പാപ്പയും ഉറക്കെ പ്രസ്താവിച്ചത്. അദ്ദേഹത്തോടൊപ്പം ലോകം മുഴുവൻ നിലകൊള്ളണം. ലോകരാഷ്ട്രത്തിലെ മറ്റു നേതാക്കന്മാർക്ക് ഇതൊരു മാതൃകയാണ്, പ്രചോദനമാണ്. ആ നിലപാടെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് വീണ്ടും ഓർപ്പിക്കാനുള്ളത്. തീർച്ചയായും തുടരുക ദയവായി ബിഷപ്പ്. ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട
സംവിധാനങ്ങൾ ഉണ്ട്, അവയൊക്കെ നിഷ്ക്രിയമായി നിൽക്കുന്നതാണ് കാണുന്നത്. UN ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ട്രംപ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾക്ക് കാണാം. അത് ഈ ഗാസ സമാധാന ഉടമ്പടി ട്രംപ് മുന്നോട്ട് വെക്കുമ്പോൾ UN ചെയ്യേണ്ടതാണ് താൻ ചെയ്തത്, ഇനി എന്തിനാണ് UN പിരിച്ചുവിടാം എന്നതുൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ UN എന്താണ് ഈ വിഷയത്തിൽ ചെയ്യുന്നത്, എന്തൊക്കെ പറ്റുന്നു, സാധ്യമാകുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിഷപ്പ് പറഞ്ഞു നിർത്തിയത്, നേരത്തെ സജിമോൻ ആന്റണി പറഞ്ഞത്, കൂടുതൽ ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരണം, സമാധാനം ഉറപ്പിക്കാൻ രംഗത്ത് വരണം, ഇതിനെതിരെ സംസാരിക്കാൻ രംഗത്ത് വരണം എന്നതാണ്. അവിടെയാണ് ലിയോ 14 മാർപ്പാപ്പ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ പോലും അതിനെ ചോദ്യം ചെയ്യുന്നത്, ആ സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നത്, ആ സ്ഥാനം എങ്ങനെയാണ് ലഭിച്ചത് എന്ന ഓർമ്മപ്പെടുത്തൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്താണ് ട്രംപ് ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ഈ യുദ്ധത്തിന് ഇനി ഒരു അറുതി ഉണ്ടാകുന്നത്? ഒന്നിൽ ഇറാൻ പൂർണ്ണമായും നാമാവശേഷമാകുന്നതുവരെ, ഇറാനെ തുടച്ചു നീക്കും വരെ ഈ യുദ്ധം തുടരാനോ, അല്ലെങ്കിൽ അമേരിക്കയോ ഇസ്രയേലോ ഇനി ഞങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞ് നിർത്തുന്നത് വരെ തുടരാനോ? എന്താണ് ട്രംപ് ലക്ഷ്യമിടുന്നത്? രേണുക ചോദിച്ച ചോദ്യത്തിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഐക്യരാഷ്ട്ര സംഘടന എന്ത് ചെയ്യുന്നു, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക്, പിന്നെ ലോകരാജ്യങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്, എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിക്കുക എന്ന് പറയുന്നത്, ഇറാനും ഇസ്രായേലും ഒക്കെ എന്ത് നിലപാടെടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച്. ഞാൻ ആദ്യം UN നിന്നും തുടങ്ങാം. ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നതാണ് സമാധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ആഗോള രാജ്യങ്ങളുടെയൊക്കെ ഒരു ഗവൺമെന്റ്, ലോക ഗവൺമെന്റ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. അങ്ങനെയുള്ള ആ സംവിധാനം വാസ്തവത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കാരണം പ്രവർത്തിക്കാൻ ഇപ്പോൾ വേലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതായത് ഈ ലോക സമാധാനം സംരക്ഷിക്കേണ്ട ആളുകൾക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ തന്നെ യുദ്ധം തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്ക ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നു, റഷ്യ ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നു. ഇവരെല്ലാം ഈ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് മെമ്പേഴ്സാണ്. ഈ ലോക സമാധാനം സംരക്ഷിക്കേണ്ടവർ തന്നെ ലോക സമാധാന ഭഞ്ജകരായി മാറുന്ന അപകടകരമായ സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഈ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ, ലോക ഞങ്ങൾ ഉദാരവൽകൃത ലോകക്രമം എന്ന് പറയുന്നത്, ലിബറലൈസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറയുന്നത്. ആ ലിബറലൈസ്ഡ് വേൾഡ് ഓർഡർ സൃഷ്ടിച്ചത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലാണ്, അവരുടെ ഒരു നേതൃത്വത്തിലാണ്. ഈ റഷ്യ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സന്ദർഭത്തിൽ ഇവരുടെ ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേൾഡ് ഓർഡർ, ഈ ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടാക്കിയത്. ആ ഐക്യരാഷ്ട്ര സംഘടന വാസ്തവത്തിൽ അവർക്ക് താല്പര്യമുള്ളപ്പോഴെല്ലാം അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങളെല്ലാം ഉപയോഗിക്കുകയും അല്ലാത്തപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന, ഒരാഴ്ചക്ക് മുമ്പ് നടന്ന സംഭവമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിക്കാതെ വേറൊരു രാജ്യം യുദ്ധത്തിന് പോകാൻ പാടില്ല എന്ന് നിൽക്കവേ ഈ ഐക്യരാഷ്ട്ര സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ഹോർമുസിന്റെ ഇടപെടലിന് വേണ്ടിയിട്ട് അമേരിക്ക ഒരു ശ്രമം നടത്തി. അതിനെ ചൈനയും റഷ്യയും വീറ്റോ ചെയ്തുകൊണ്ടാണ് ഇല്ലാതാക്കിയത്. കാരണം വെച്ചാൽ ഈ നിയമവിരുദ്ധമായ യുദ്ധത്തിന് പോയി, അതിന്റെ ഫലമായിട്ട് ഒരു സാഹചര്യം അവിടെ സംജാതമായപ്പോൾ, എന്നാൽ ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ പിന്തുണയോട് കൂടിയിട്ട് ഈ ഹോർമുസ് കടലിടുക്കിൽ സൈനികമായി ഇടപെടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. വളരെ അപകടകരമായ ശ്രമമാണ് നടത്തിയത്. മനസ്സിലല്ലേ? എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകണോ വേണ്ട എന്നുള്ള അഭിപ്രായം ഐക്യരാഷ്ട്ര സംഘടന പറയേണ്ട, എന്നാൽ ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹോർമുസ് കടലിടുക്കിൽ ഇടപെടണോ വേണ്ട എന്നുള്ളത് അഭിപ്രായം ഞങ്ങൾ ഈ ഐക്യരാഷ്ട്ര സംഘടന പറയണം എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായ യുദ്ധത്തെ നിയമപരമായി ആക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ ശ്രമമായിരുന്നു. അത് ചൈനയും റഷ്യയും ചേർന്ന് അത് തടഞ്ഞുകൊണ്ട് അത് നടന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ ഈ പറഞ്ഞ തരത്തിലുള്ള ആപത്കരമായ സംഭവം എങ്ങനെ ഉണ്ടായി, ആരാണ് ഉണ്ടായത്? ഇവിടെ രേണു സൂചിപ്പിച്ച പോലെ ഈ യുദ്ധം അവസാനിക്കില്ല. ഈ യുദ്ധം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം തകർന്ന് തരിപ്പണമാകുന്ന നിമിഷം വരെ ഇസ്രായേല് ഈ ഇറാനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഇദ്ദേഹം വന്നല്ലോ, JD വാൻസ് ഇസ്ലാമാബാദിൽ വന്നു. എന്തുകൊണ്ടാണ് ഈ തകരാനുള്ള കാരണം? JD വാൻസിന്റെ കൂടെ വന്ന രണ്ടുപേരൊക്കെയാണ്. ജാരദ് കുഷ്ണർ എന്ന് പറയുന്ന ട്രംപിന്റെ മരുമകനും, അദ്ദേഹം യഹൂദ വംശജനാണ്. അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫുമാണ്. ഇവരുടെ ഉത്തരവാദിത്തം എന്താണ്? അതായത് JD വാൻസ് വരുമ്പോൾ JD വാൻസ് ഒരു കാരണവശാലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ഹനിക്കാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ജാരദ് കുഷ്ണറും വിറ്റ്കോഫും വന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞത്, ഈ യുദ്ധത്തിനെതിരായിട്ട് നിന്ന വൈസ് പ്രസിഡന്റ് ഇവിടെ വരുമ്പോൾ അദ്ദേഹം ഞങ്ങളിതാ JD വാൻസിനെ വിടുന്നു എന്ന് കരുതി. അദ്ദേഹത്തെ മാത്രമല്ല വിട്ടത്, അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് പലതവണ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതേ ടീം തന്നെയാണ് ഗാസയിലും ഇടപെട്ടത്, ഇതേ ടീം തന്നെയാണ്. അതാ പറഞ്ഞത്. അതാണ് ഒരു കാര്യം. രണ്ട്, നമ്മൾ കാണേണ്ട കാര്യം, ഐക്യരാഷ്ട്ര സംഘടന ഇല്ലാതാകുന്നതിന് പറയുന്നതിന് പുറമെ ഇപ്പൊ നമ്മൾ കാണുന്നത്, ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പകരം ഗാസ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഉണ്ടാക്കിയ സംഘടന ഉണ്ടല്ലോ, ബോർഡ് ഓഫ് പീസ്. ഞങ്ങളതിനെ പറയുന്നത് പ്രൈവറ്റൈസിങ് ഡിപ്ലോമസി എന്നാ.
അതായത് ഡിപ്ലോമസി ആഗോളതലത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഡിപ്ലോമസി ഒന്നും വേണ്ട, ഇനി ഞങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യണം. അതായത് ഞങ്ങൾ ആളുകൾ പൈസ തരിക, ഞാൻ രൂപീകരിച്ചിരിക്കുന്ന ബോർഡ് ഓഫ് പീസ് എന്ന സംഘടനയിൽ $1 ബില്യൺ ഒക്കെ തന്നിട്ട് മെമ്പർഷിപ്പ് എടുക്കുക, എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടിയിരുന്ന് ഈ പ്രശ്നം ഇന്ന് ചർച്ച ചെയ്യാം, അടുത്ത പ്രശ്നം പിന്നാലെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്ര സംഘടനയും അന്തർദേശീയ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡറിനെയും പൂർണ്ണമായും ഇല്ലാതാക്കുക. അതിന്റെ പുറത്തും അതായത് അമേരിക്കയിലെ ജനങ്ങൾ പറഞ്ഞത് വി ഡോണ്ട് വാണ്ട് കിങ്സ് എന്ന് പറഞ്ഞത് വസ്തുതാപരമാണ്. കാരണം ഇനി ലോകത്തിന്റെ ചക്രവർത്തിയാണ് ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ട്രംപ് എത്തി നിൽക്കുകയാണ്. അതാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ യേശുക്രിസ്തുവായിട്ട് അദ്ദേഹത്തിന്റെ ചിത്രം രൂപീകരിച്ചല്ലോ ഈ കിഴക്കൻ സഭകളുടെ ഈസ്റ്റർ ദിവസം. യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയുടെ ഈസ്റ്റർ ദിവസം എന്താ എന്നറിയുമോ? ഈസ്റ്റർ ദിവസം അദ്ദേഹം ഈ ഇറാനെതിരെ ഏറ്റവും, അതായത് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ പരസ്യമായി ഉപയോഗിക്കാൻ കഴിയാത്ത തെറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇട്ടത്. മനസ്സിലല്ലേ? എന്ന് മാത്രമാണോ അന്ന് അദ്ദേഹം പറഞ്ഞെന്താണ്? ഞാൻ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ മുച്ചൂടും ഇല്ലാതാക്കും, നശിപ്പിക്കും, ഈ ശിലായുഗത്തിലേക്ക് പറഞ്ഞു വിടും. ഇത് സാധാരണഗതി ഒരു പ്രസിഡന്റിന് പറയാൻ കഴിയുന്നതാണ് അമേരിക്ക പോലെയുള്ള. എന്താ ഇത് വാസ്തവത്തിൽ? ഇത് മനുഷ്യരാശിക്കെതിരായിട്ടുള്ള യുദ്ധമാണ്. ഇത് എന്താണ് ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇതിന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ശിക്ഷിക്കാം, അങ്ങനെയുള്ള സ്ഥിതിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ തരത്തിൽ, അതായത് ഒന്ന് ഈ ഐക്യരാഷ്ട്ര സംഘടനയെ ഇല്ലാതാക്കുന്നു, മറ്റൊന്ന് ലോക സമാധാനം ഇല്ലാതാക്കുന്നു, അമേരിക്കൻ ജനതയുടെ ജീവിതത്തെ തകർക്കുന്നു, തരിപ്പണമാക്കുന്നു, ലോക ജനതയുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാകുന്നു. ഒരു രാജ്യം, അതായത് നമ്മളിപ്പോൾ ഈ സജിമോൻ ആന്റണി പറഞ്ഞതുപോലെ ഈ ഇറാൻ എന്ന് പറയുന്നത് പിന്നെ വിശുദ്ധ രാജ്യമാണെന്നൊന്നും ആരും അഭിപ്രായപ്പെടുന്നില്ല. അവിടെ ജനാധിപത്യത്തിന്റെ പ്രശ്നമുണ്ട്, മനുഷ്യാവകാശത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ആരാ പരിഹരിക്കേണ്ടത്? ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അമേരിക്കയാണോ? ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഇസ്രായേലാണോ? അല്ലല്ലോ. അതായത് ഒരു രാജ്യത്ത് പ്രശ്നമുണ്ടെങ്കിൽ ആ രാജ്യത്തെ പ്രശ്നം പരിഹരിക്കേണ്ടത് രാജ്യത്തെ ജനതയാണ്. ഇപ്പൊ ഇസ്രായേലിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അമേരിക്കയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഈ ചൈനയോ മറ്റേതെങ്കിലും രാജ്യത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? അവർ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ പിന്നിൽ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ രാഷ്ട്രീയമാണ്. ആ ഇസ്രായേലിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ അപൂർണമായ നിയന്ത്രണം, പരിപൂർണമായ പശ്ചിമേഷ്യയുടെ നിയന്ത്രണം നടപ്പിലാക്കുന്നതിന് എതിർത്ത് നിൽക്കുന്ന ഒരേ ഒരു രാജ്യം പശ്ചിമേഷ്യയിലെ ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഈ ഇറാനെ ഇല്ലാതാക്കണം എന്ന പദ്ധതി അമേരിക്കൻ പ്രസിഡന്റിനെ ധരിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ അപകടകരമായ നിയമവിരുദ്ധമായ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അതാണ് നമ്മുടെ ലോകത്തെ ഇന്ന് നമ്മുടെ ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. തീർച്ചയായും. എന്തായാലും ഇറാനിയൻ നാഗരികതയെ തുടച്ചു നീക്കും എന്ന പ്രഖ്യാപനം, അല്ലെങ്കിൽ അത് അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ അതിനെതിരെ ശബ്ദിക്കും, ഈ ഭീഷണിക്ക് താൻ വഴങ്ങില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പം ജോസഫ് ആന്റണി പറഞ്ഞു നിർത്തുന്നത് ഇസ്രായേലിന്റെ താല്പര്യം അനുസരിച്ചാണ് ഈ യുദ്ധം നീണ്ടുപോകുന്നതെന്നാണ്. ഇതുവരെ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല. തുറന്നു കിടന്ന ഹോർമുസ് തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടിരുന്നത്. ഇതുവരെ അവിടെ യാതൊരു തരത്തിലുള്ള ടോൾ ഇല്ലായിരുന്നു, ഇപ്പോൾ ടോൾ ഏർപ്പെടുത്തി. ഇപ്പോൾ അത് തുറക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്താണ് ഇതുവരെ നേടിയതെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞിരുന്ന, അല്ലെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഭരണകൂടത്തോട് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. രണ്ടാം വട്ട ചർച്ച നടക്കും എന്നതിന്റെ സൂചനകൾ വരുന്നു. അപ്പോൾ ഇതുവരെ ഒന്നും നേടാതെ നിൽക്കുന്ന ഒരു യുദ്ധമാണ്. അവിടെ ഇപ്പോൾ ഇസ്രായേലിന്റെ താല്പര്യം സംരക്ഷിച്ച് ഇസ്രായേലിന് വേണ്ടി യുദ്ധം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആദ്യം നടന്ന ചർച്ച പരാജയപ്പെട്ടതുപോലും ഇസ്രായേലിന്റെ കടുംപിടുത്തത്താലാണ് എന്ന് നമുക്ക് കാണാം. ചില ഒഫീഷ്യൽ അല്ലാത്ത കാര്യങ്ങൾ വരുന്നത് എപ്സ്റ്റീൻ ഫയൽസിന്റെ ഡീറ്റെയിൽസ് വെച്ച് നെതന്യാഹു ട്രംപിനെ ഭീഷണിപ്പെടുത്തുന്നതാണോ, ട്രംപിനെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുന്നതാണോ? ആ ചർച്ചകൾ മറികടക്കാൻ വേണ്ടിയാണ് ട്രംപ് യുദ്ധം തുടങ്ങിയതെന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ ഉള്ളറകളിലുള്ള രഹസ്യങ്ങളാണ് ട്രംപിനെ ഈ രീതിയിൽ പിടിച്ചു നിർത്താൻ നെതന്യാഹു ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. ഈ റൂമേഴ്സ് ആണോ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതിനുള്ള സാധ്യതകളുണ്ടോ? കിളി പോകുക എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ചില സമയത്ത് അതീവ സമ്മർദ്ദം നേരിട്ടാൽ ചിലർക്ക് കിളി പോകും. ട്രംപിന് ആ ഒരു സാഹചര്യം നേരിട്ടത് എപ്സ്റ്റീൻ ഫയലിൽ കാണുന്ന ചില പരാമർശങ്ങളാണോ, അത് പബ്ലിക് ഡൊമൈനിലേക്ക് കടന്നു വരും എന്ന ഒരു ഭയമാണോ? ട്രംപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് ഇസ്രയേലാണ് എന്ന ഒരു ധ്വനി അത് പലയിടത്തു നിന്നും വരികയാണ്. അപ്പോൾ ഈ എപ്സ്റ്റീൻ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണല്ലോ അമേരിക്ക ഇതിന് പേരിട്ടിരിക്കുന്നത്. അതിന് അമേരിക്കക്കാർ പറയുന്നത് അങ്ങനല്ല, ഓപ്പറേഷൻ എപ്സ്റ്റീൻ ഫ്യൂറി എന്നായിട്ടേക്കുന്നത്. ശരിയാണ്, എപ്സ്റ്റീൻ ഫ്യൂറി. എപ്സ്റ്റീന്റെ കലി, എപ്സ്റ്റീൻ കാലയവനിക്കുള്ളിൽ മറഞ്ഞു എങ്കിലും എപ്സ്റ്റീൻ ഫയലിൽ നിന്നും കുടത്തിൽ നിന്നും പുറത്തു വരുന്ന ഭൂതം
വല്ലാതെ ട്രംപിനെ ആവാഹിച്ചിരിക്കുന്നുണ്ട് എന്ന ഒരു നിരീക്ഷണമാണ് പൊതുവെ അമേരിക്കക്ക് ഉള്ളിലും പുറത്തുമുള്ളത്. അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ഇത്. പക്ഷേ ഇത് സമർത്ഥമായി ജൂതരാഷ്ട്രമായ ഇസ്രായേൽ സമർത്ഥമായി അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ പരിഗണന. എന്തുകൊണ്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ്, ട്രംപ് അല്ലല്ലോ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്, അതിന് മുൻപുള്ള അമേരിക്കൻ പ്രസിഡന്റ്സിന് പലപ്പോഴും ഇസ്രായേലിൽ നിന്ന് സമ്മർദ്ദം നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇസ്രായേലിനെ കൈവിടില്ല, ആത്യന്തികമായി ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലിനെ കൈവിടില്ല. കാരണം ഇസ്രായേലി താല്പര്യങ്ങൾ അമേരിക്കയിലുണ്ട്, അമേരിക്കൻ താല്പര്യങ്ങൾ ഇസ്രായേലുണ്ട്. ജൂത ലോബിയുടെ പ്രവർത്തനം അതിശക്തമാണ് അമേരിക്കൻ ഇക്കോണമിയിൽ, അമേരിക്കൻ ഫിനാൻഷ്യൽ സെക്ടറിൽ, അമേരിക്കൻ ആർമമെൻറ്റ് മേക്കിംഗ് സെക്ടറിൽ, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലയിൽ ഒക്കെ തന്നെ രൂഢമൂലമാണ് ഇസ്രായേലി എൻക്രോച്ച്മെൻറ്റ്. ഇതിനെയൊക്കെ തൃണവൽ ഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു വിദേശ നയം സ്വീകരിക്കാൻ പറ്റില്ല. ഇസ്രായേൽ ഏത് അബദ്ധത്തിൽ ചാടിയാലും ആത്യന്തികമായി ഊരിയെടുക്കാൻ അമേരിക്ക കടന്നു വരും. എക്കാലത്ത് വന്നിട്ടുണ്ട്, ഇപ്പോഴും വരും. പക്ഷേ ഇവിടെ ട്രംപിൻ്റെ സമയം വന്നപ്പോൾ നോക്കൂ, രണ്ടുപേരും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരുപോലെ തന്നെ ആഭ്യന്തരമായി ചില സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട്. അത് അവരുടെ ആ രാജ്യങ്ങളുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഫലം തന്നെയാണ്. ഈ ഇസ്രായേലി പ്രധാനമന്ത്രിക്കെതിരെ അഴിമതി ആരോപണങ്ങളുണ്ട്, സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, വിചാരണ ചെയ്യപ്പെട്ടേക്കാം, അധികാരത്തിൽ നിന്നും മാറാനാവില്ല. അതുകൊണ്ട് ഇസ്രായേൽ ഒരു പെർപ്പച്വൽ സ്റ്റേറ്റ് ഓഫ് വാറിൽ നിൽക്കുമ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രിക്കെതിരെ കാര്യമായ നടപടിയെടുക്കാനാവില്ല. അതാണ് ഇസ്രായേലിൻ്റെ ഒരു പൊതു രീതി. ശക്തമായ പ്രതിപക്ഷമുണ്ട് ഇസ്രായേലിൽ. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ജൂതന്മാരുടെ ഇടയിലുണ്ട്, ഇസ്രായേലിലുണ്ട്. അതുപോലെ തന്നെയാണ് ട്രംപിൻ്റെ കയ്യിലും മാഗ ക്യാമ്പിൽ വലിയ വിള്ളലുകൾ വീണ് കഴിഞ്ഞു, ഓൾറെഡി വിള്ളൽ വീണ് കഴിഞ്ഞു. പൊതുജനാഭിപ്രായത്തിൽ എക്കാലത്തെയും ലോവസ്റ്റ് റേറ്റിംഗിൽ നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതിൽ നിന്നെല്ലാമുള്ള പരിഹാരം എന്താണ്? ഒരു യുദ്ധ അന്തരീക്ഷത്തിലേക്ക് പെർപ്പച്വലായിട്ട് ഒരു യുദ്ധത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അതിന് തലപ്പത്ത് നിൽക്കുന്നവരെ ആരും വിമർശിക്കില്ല, ആരും എതിർക്കില്ല. അത് ഇറാൻ അതൊരു സൂചനയല്ലേ? ഇറാനിൽ ഭരണകൂടത്തിനെതിരെ വലിയ ജൈവികമായി ഉയർന്നു വന്ന വളരെ വലിയ പ്രതിഷേധമുണ്ട്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ ജനത ഇറാൻ ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയതായി നമുക്ക് റിപ്പോർട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനർത്ഥം യുദ്ധം ഒരു കൺസോളിഡേറ്റിംഗ് ഇഫക്റ്റാണ്. അത് അമേരിക്കയിൽ പക്ഷേ പൂർണ്ണമായി അങ്ങനെയല്ല, ഇസ്രായേലിനുള്ളിലും പൂർണ്ണമായി അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എവിടെ പിടിച്ചു കെട്ടും. ഇത് ജാരഡ് കുഷ്ണറെ അയക്കുന്നു, പിന്നെ സ്റ്റീവ് വിറ്റ്കോഫിനെ അയക്കുന്നു, അതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ ഒരു ലെവൽ ഹെഡഡായ ഒരാളാണ് ഇപ്പോൾ റണ്ണിങ് മെയ്റ്റായി പ്രസിഡൻറ്റിനോടൊപ്പം ഉണ്ടായിരുന്ന ഈ വാൻസ്, JD വാൻസ്. പൊതുവെ തലയ്ക്ക് വെളിവുള്ള സുബോധമുള്ള സാമാന്യ മിതവാദി ട്രംപിൻ്റെ ക്യാമ്പിൽ, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ ക്യാമ്പിലെ ഒരു നേരെവോ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു പരിമിതമായ രീതിയിൽ മാത്രം മതി ഒരു ചേഞ്ച് എന്ന് ചിന്തിക്കുന്ന ആളാണ് JD വാൻസ്. അദ്ദേഹം രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം രംഗത്ത് വന്നതല്ല, ട്രംപ് സാഹചര്യങ്ങൾ ഒന്ന് മയപ്പെടുത്താനായി വിട്ടതാണ് എന്ന ചിന്ത വളരെ പ്രബലമാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചർച്ചയുടെ മധ്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു ഫോൺ കോൾ വന്നതായി കൺഫേം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒരുപക്ഷെ പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകാം. അത് കഴിഞ്ഞപ്പോഴാണ് 21 മണിക്കൂർ സമയത്താണ് പെട്ടെന്ന് നാടകീയമായി, അതുവരെ സാമാന്യം തരക്കേടില്ലാതെ മുന്നോട്ട് പോയിരുന്ന ചർച്ചകൾ പെട്ടെന്ന് പിന്നോട്ടടിക്കുന്നത്. അതുകൊണ്ട് ആരോ പിന്നിൽ നിന്നുകൊണ്ട് കളിക്കുന്നുണ്ട്, അത് ഇസ്രായേലാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചിരിക്കുന്നു. ടെലഫോൺ സംഭാഷണം ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 40 മിനിറ്റ് നീണ്ട സംഭാഷണം എന്നതാണ് CNN News 18 റിപ്പോർട്ട് ചെയ്യുന്നത്. 40 മിനിറ്റ് നീണ്ട സംഭാഷണം ഇരു രാഷ്ട്രത്തലവന്മാർക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്നു. ഈ സെക്കൻഡ് റൗണ്ട് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന സാഹചര്യത്തിലാണ് ഈ ടെലഫോൺ കോൺവെർസേഷൻ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഫോൺ വിളിയുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര കള്ളങ്ങൾ ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നറിയാം. എന്തായാലും സെക്കൻഡ് റൗണ്ട് ചർച്ചകളുടെ സാഹചര്യത്തിൽ ട്രംപ് ഇങ്ങോട്ടേക്ക് മോദിയെ വിളിച്ചു എന്നതിന്റെ വാർത്തയാണ് വരുന്നത്. ബിഷപ്പ്, ഇവിടെ ഇപ്പോൾ നോക്കൂ, ആകെ ഉള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മാർപ്പാപ്പ ഇതിനെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്നു എന്നതാണ്. എന്ത് ഭീഷണി വന്നാലും ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നത് അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് കത്തീഡ്രലുകളിൽ ഈ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നു എന്നതും പ്രതീക്ഷയാണ്. അത്
ഒരു ട്രംപിനെതിരെ ആഗോള തലത്തിൽ ഒരു പൊതുജന അഭിപ്രായം സൃഷ്ടിക്കുന്നതിൽ, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ ഒരു സമ്മർദ്ദ ശക്തിയാകാനുള്ള സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ലെവൽ റെസ്പോൺസ് ഇന്ന് ആഗോളതലത്തിൽ ആവശ്യമായിരിക്കുന്നു. അവിടെ വിശ്വാസികളുടെ തലത്തിൽ അതാണ് രേണുക അങ്ങ് പറഞ്ഞ ആ കത്തീഡ്രൽ തലങ്ങളിലുള്ള പ്രാർത്ഥനയും അങ്ങനെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് അല്പം കൂടെ ഇതിനെപ്പറ്റിയുള്ള ഒരു അവബോധം ജനിപ്പിക്കാനും അതവർ പ്രാർത്ഥനയായി ഉയരാനും അത് മനസാക്ഷിയുടെ ഒരു നിലപാടായി തീരാനുമൊക്കെയുള്ള സാധ്യത. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെയിലൂടെ കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇതുപോലെ മീഡിയ തലത്തിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ മാത്രമല്ല, വ്യക്തമായ പഠനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏതായാലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ഇങ്ങനെ നീണ്ട ഒരു ടെലിഫോൺ കോൺവെർസേഷൻ ഉണ്ടായെന്ന് പറഞ്ഞു. ഇങ്ങനെ ലോകരാഷ്ട്ര നേതാക്കന്മാരുടെ വലിയൊരു പ്രതിജ്ഞാബദ്ധത ഇതിനുണ്ട്. കാരണം അടിസ്ഥാനമായി നമുക്കെല്ലാവർക്കും അറിയാം ഈ യുദ്ധം ഒന്നിനും ഒരു പ്രതിവിധിയല്ലെന്ന്. പോപ്പ് ലിയോ പറഞ്ഞത് ഇതാണ്, ഒരു ഡെല്യൂഷൻ ഓഫ് ഓംനിപൊട്ടൻസ്. അതായത് താൻ എല്ലാത്തിൻ്റെയും സർവശക്തി ഉണ്ട്, ആ ശക്തി ഉപയോഗിച്ച് എല്ലാം കീഴടക്കാമെന്നുള്ള ഒരു ഡെല്യൂഷൻ, ഒരു മിഥ്യാബോധം എന്തുകൊണ്ടോ ട്രംപിൻ്റെ മനസ്സിൽ കുടികൊണ്ടിട്ടുണ്ട്. അതിനൊരു മാറ്റം വരണം. പ്രതികരണം പല സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ലെവൽ റെസ്പോൺസ് വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാകാം. കാരണം യുദ്ധം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു വെടിനിർത്തലുണ്ടെങ്കിലും അത് ശാശ്വതമായ സമാധാന മാർഗത്തിലേക്കും സംഭാഷണത്തിലേക്കും ഉള്ള ഒരു വഴി തുറക്കട്ടെ എന്നാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. തീർച്ചയായും പിതാവിൻ്റെ ആ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സമാധാനത്തിനുള്ള വഴികൾ തുറക്കട്ടെ എന്ന് ആശിക്കാം. എന്തായാലും സെക്കൻഡ് റൗണ്ട് ചർച്ചകൾ വ്യാഴാഴ്ചയോടുകൂടി ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് വഴി തുറക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് വിളിച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം. എല്ലാ അതിഥികൾക്കും നന്ദി. ട്രംപ് ലോകത്തിന് ഭീഷണിയോ എന്നതാണ് നമ്മൾ പ്രേക്ഷകരോട് ഇന്ന് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 85% പേർ, അല്ല എന്ന് പറയുന്നത് 13% പേർ മാത്രം. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയവർ 2% പേർ. ടൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.